കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടും, നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മ മെജ്ജുഗൊരിയിൽ 42 വർഷങ്ങളായി പ്രത്യക്ഷപ്പെട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ സ്നേഹ സന്ദേശങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ എല്ലാം കാണുവാൻ പരിശ്രമിക്കുകയായിരുന്നു. ഇന്നും പരിശുദ്ധ അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഈ ലോകത്ത് വിവിധ രീതിയിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ സഹനങ്ങൾ എപ്പോൾ ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് നമുക്കാർക്കും അറിയില്ല. 2 തരം സഹനങ്ങളെക്കുറിച്ച് വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, നാം തെറ്റു ചെയ്തതിൻ്റെ പരിഹാരമായി ഇല്ലെങ്കിൽ തെറ്റു ചെയ്തതിൻ്റെ പരിണിത ഫലമായി കടന്നു വരുന്ന സഹനങ്ങൾ. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും ഒരു ശിക്ഷയുണ്ട്. അത് തെറ്റിൻ്റെ പരിണിത ഫലമായി നമ്മളോ നമ്മുടെ കുടുംബത്തിലോ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങൾ ഒന്ന്. 2, നാം ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും നീതിയുള്ള ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിട്ടും നീതിയോടെ ജീവിച്ചിട്ടും ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇപ്രകാരം കടന്നു വരുന്ന സഹനങ്ങൾ ദൈവഹിതപ്രകാരം അനുവദിക്കപ്പെട്ടിരിക്കുന്ന സഹനങ്ങളാണ് എന്ന് വിശുദ്ധ പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്രകാരം 2 സഹനങ്ങൾ സാധാരണ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഒന്ന്, നമ്മുടെ പാപത്തിൻ്റെ പരിണിതഫലമായി കടന്നു വരുന്ന സഹനങ്ങൾ. 2, അർഹിക്കാത്ത സഹനങ്ങൾ. ഈ സഹനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പതച്ചു പോകും. ഇപ്രകാരം പതറിപ്പോകുന്ന ഓരോ സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മ മെജ്ജുഗൊരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ക്രൂശിതനായ കർത്താവിനെ സ്വന്തമായി സ്വീകരിക്കണമെന്ന്. ക്രൂശിതനായ കർത്താവിനെ സ്വന്തമായി സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുഗൊരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു സന്ദേശം ഇപ്രകാരം പറയുന്നു, ചിലപ്പോൾ ചില ആളുകൾ മാർപ്പാപ്പയോട് വളരെ ബുദ്ധിമുട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഉദാഹരണമായി, നിഷ്കളങ്കരായ ആളുകൾ എന്തിന് സഹിക്കുന്നു? പാവമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് ചില സഹനങ്ങൾ കടന്നു വരുന്നു? എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ. ഇപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം നൽകുവാൻ സാധിക്കില്ല. എനിക്ക് നൽകുവാൻ സാധിക്കുന്ന ഏക ഉത്തരം ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നോക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന്. അതായത് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും മാനവകുലത്തെ രക്ഷിക്കുവാനായി കടന്നു വന്ന കർത്താവ്
പാവമില്ലാതിരുന്ന കർത്താവ് അവൻ ഇത്രമാത്രം ദാരുണമായ സഹനങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നുപോയി എങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് നമുക്കിപ്പോൾ അറിവായ നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പാപങ്ങൾക്ക് അവൻ ചെയ്ത പരിഹാരമാണ് എന്ന്. എന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്തിന് ഈശോ പരിഹാരം ചെയ്തു? അവൻ എന്തിന് അവൻ്റെ ശരീരത്തിൽ ഇത്രമാത്രം വേദന ഏറ്റെടുത്തു? ദൈവപിതാവ് നമ്മോടുള്ള സ്നേഹം കൊണ്ട്. ഈ കർത്താവിൻ്റെ ക്രൂശിത രൂപത്തെ നോക്കി വേണം ഉത്തരം കിട്ടാത്ത സഹനങ്ങളിൽ ഉത്തരം കണ്ടെത്താനെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്, ക്രൂശിതനായ കർത്താവിനെ നിങ്ങൾ സ്വന്തമാക്കണം. ക്രൂശിതനായ കർത്താവിൻ്റെ പീഡാസഹനം നിങ്ങൾ ധ്യാനിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സഹനങ്ങൾക്കും നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സഹനവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിച്ച് ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെന്ന്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, ക്രൂശിത രൂപമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു. ക്രൂശിത രൂപമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു. അതായത് ഇത് നമ്മളൊരു ചിന്തയിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ക്രൂശിത രൂപത്തെക്കുറിച്ചല്ല അമ്മ പറയുന്നത്. നിങ്ങളുടെ കരങ്ങളിൽ ക്രൂശിത രൂപം നിങ്ങൾ വഹിക്കണം. നിങ്ങൾ ക്രൂശിത രൂപം നിങ്ങൾ ധരിക്കണം. നിങ്ങളുടെ ഭവനങ്ങളിൽ ക്രൂശിത രൂപം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഭവനങ്ങളുടെയോ ഓഫീസിൻ്റെയോ നിങ്ങളുടെ കടകളുടെയോ ഒക്കെ പ്രധാന സ്ഥലത്ത് ക്രൂശിത രൂപം നിങ്ങൾ പ്രതിഷ്ഠിക്കണം. ക്രൂശിത രൂപം അത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ക്രൂശിക്കപ്പെട്ട തമ്പുരാന്റെ സാന്നിധ്യത്തിൻ്റെ അടയാളവും അവനോട് കാണിക്കുന്ന വലിയ ഒരു ആദരവുമാണ് ക്രൂശിത രൂപം നമ്മൾ കൊണ്ടു നടക്കുകയും വീടുകളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ക്രൂശിത രൂപം അത് വളരെ വിലയുള്ള, വളരെ മഹത്വമുള്ള ഒരു രൂപമാണ് ക്രൂശിത രൂപം. പല രീതിയിലുള്ള കുരിശ് നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. ഈശോ തൂങ്ങപ്പെട്ട കർത്താവിൻ്റെ രൂപം ഉള്ള കുരിശുകളുണ്ട്, തൂങ്ങപ്പെട്ട കർത്താവിൻ്റെ രൂപം ഇല്ലാത്ത കുരിശുകളുണ്ട്, ഉത്ഥിതനായ കർത്താവിനെ സൂചിപ്പിക്കുന്ന കുരിശുകളുണ്ട്, ബെനഡിക്റ്റൈൻ കുരിശുണ്ട്, മാർത്തോമ കുരിശുണ്ട്. ഇങ്ങനെ വിവിധ രീതിയിലുള്ള കുരിശുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഓരോ കുരിശിനും അതിൻ്റെതായ അർത്ഥവും അതിൻ്റെതായ പ്രാധാന്യവും ഉണ്ടാകും. ഓരോ കാലഘട്ടത്തിൽ ഓരോ പാരമ്പര്യം അനുസരിച്ച് ഈശോയെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ അല്പം കൂടി സ്നേഹിക്കുവാൻ സഹായകമാകുന്ന രീതിയിലുള്ള കുരിശുകളാകാം നമ്മുടെ ഇടയിലുള്ളത്. ഇവയെല്ലാം ഉണ്ടെങ്കിലും പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു, തൂങ്ങപ്പെട്ട രൂപം, കർത്താവിൻ്റെ കുരിശിൽ ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപമുള്ള കുരിശ്, അത് വളരെ വ്യത്യസ്തമാണ് മറ്റെല്ലാ കുരിശുകളിൽ നിന്നും. ഇത് ക്രൂശിത രൂപമുള്ള കുരിശ് നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ കേന്ദ്ര സ്ഥാനത്ത്, പ്രധാന സ്ഥാനത്ത് സ്ഥാപിക്കണം എന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകൊരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ,
എന്തുകൊണ്ടാണ് ക്രൂശിത രൂപം നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകണമെന്നും നമ്മൾ ശരീരത്തിൽ ധരിക്കണമെന്നും നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രതിഷ്ഠിക്കണമെന്നും പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുവാൻ കാരണം? സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ രക്ഷയ്ക്കായി കർത്താവായ യേശു ക്രിസ്തു പാടുപീഡകൾ സഹിച്ച് മരിച്ച് നമ്മളെ രക്ഷിച്ചത് കുരിശിൽ കിടന്നാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ടാണ് സാത്താൻ്റെ തല തകർത്തത്. കുരിശു മരണത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ഈശോ ദൈവപിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി അനുസരണമുള്ളവനായി കുരിശിൽ ഒരു പാപവുമില്ലാത്ത കർത്താവ് കുരിശു മരണം മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഏറ്റെടുത്ത് മരിച്ചപ്പോൾ സാത്താൻ്റെ തല തകർക്കുകയായിരുന്നു. സാത്താൻ്റെ ഗർവ്, അഹങ്കാരിയായ തിന്മയെ ഈ സഹനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് തകർത്തു കളഞ്ഞു. അതുകൊണ്ടാണ് ക്രൂശിതനായ കർത്താവിൻ്റെ രൂപം സാത്താന് എപ്പോഴും ഭയമുളവാക്കുന്നത്. നമ്മൾ സിറ മലബാർ സഭയുടെ തിരുനാൾ ദിവസങ്ങളിൽ പ്രദക്ഷിണമായി പോകുമ്പോൾ കുരിശിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് വൈദികൻ കുരിശിനെ വണങ്ങിക്കൊണ്ട് പാടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കുരിശിൻ കിരണങ്ങൾ നരനു വിമോചനവും സാത്താനുൽക്കടമാം ഭയവും നൽകുന്നു. വലിയ അർത്ഥമാണ് ഈ പ്രാർത്ഥനയ്ക്കുള്ളത്. കുരിശിൻ്റെ കിരണങ്ങൾ, കുരിശിൽ യേശുക്രിസ്തു നേടിയ രക്ഷ, അത് നരന് വിമോചനമാണ്, മനുഷ്യന് അത് രക്ഷയാണ്. എന്നാൽ സാത്താന് ഭയമാണ് എന്ന് നമ്മൾ കുരിശിനെ വണങ്ങിക്കൊണ്ട് പാടുന്ന ആ പ്രാർത്ഥന എത്രമാത്രം അർത്ഥവത്താണ് എന്ന് പരിശുദ്ധ അമ്മയുടെ മെജ്ജുഗോരി സന്ദേശത്തിൽ നാം കാണുകയാണ്. അതും പരിശുദ്ധ അമ്മ പ്രത്യേകം പറയുന്നു, ക്രൂശിത രൂപം, തൂങ്ങപ്പെട്ട രൂപം, ഈ രൂപം നിങ്ങൾ സ്വന്തമാക്കണം, ഈ രൂപത്തെ നിങ്ങൾ വണങ്ങണം, ഈ രൂപം നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ വഹിക്കണം. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രൂശിത രൂപം എപ്പോഴും വെഞ്ചരിച്ചു വേണം നമ്മൾ ഉപയോഗിക്കുവാൻ. ക്രൂശിത രൂപം എപ്പോഴും നമ്മൾ വെഞ്ചരിക്കണം. ഏതെങ്കിലും ഒരു വൈദികൻ്റെ അടുത്ത് കൊണ്ടുപോയി വെഞ്ചരിച്ച രൂപം മാത്രമേ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. വെഞ്ചരിച്ച രൂപത്തിനാണ് ദൈവാനുഗ്രഹം, പ്രത്യേകമായ ദൈവത്തിൻ്റെ അംഗീകാരം നമുക്ക് ലഭിക്കുക. സഭയുടെ നാമത്തിൽ നമ്മൾ ക്രൂശിത രൂപം വെഞ്ചരിച്ചു വേണം ഉപയോഗിക്കാൻ. നമ്മൾ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന കുരിശുമാലയാണെങ്കിലും വെഞ്ചരിച്ചു മാത്രമേ കൊണ്ടു നടക്കാവൂ. അത് ഈശോയുടെ കുരിശിൻ്റെ ശക്തിയാണ്. കർത്താവ് കുരിശിൽ പാടുപീഡകൾ സഹിച്ച് മരിച്ച് നേടിയ രക്ഷയുടെ കൃപയാണ് നമുക്ക് കുരിശിലൂടെ ലഭിക്കുക. കുരിശിൽ നിന്നും, ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ നിന്നും ശക്തി സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ മെജ്ജുഗോരിയിലൂടെ ഇപ്രകാരം വീണ്ടും നമ്മോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ കുരിശിൻ്റെ മുൻപിൽ, ക്രൂശിതൻ്റെ മുൻപിൽ പോയി നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കുരിശിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തി പ്രവഹിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മ മെജ്ജുഗോരിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അനേകം വിശുദ്ധർ ക്രൂശിത രൂപത്തെ നോക്കി നിരന്തരം ധ്യാനിക്കുമായിരുന്നു. ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ പോയി നിന്ന് ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് അനേകം വിശുദ്ധരും അനേകം വ്യക്തികളും ശക്തി
സ്വീകരിച്ചിരുന്നു. കുരിശിൽ നിന്നും നൽകപ്പെടുന്ന ശക്തി അത് സ്വന്തമാക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം മെജ്ജുകൊരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ പോയി നിന്ന് നിങ്ങൾ ധ്യാനിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ക്രൂശിത രൂപത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു രൂപമായി കണക്കാക്കുകയും ക്രൂശിത രൂപത്തിന് മുൻപിൽ മണിക്കൂറുകൾ ധ്യാനിച്ചുകൊണ്ട് ചിലവഴിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ഫ്രാൻസിസ് അസീസിയുടെ ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം, ഈശോ കുരിശിൽ നിന്നും കൈനീട്ടി ഫ്രാൻസിസ് അസീസിയെ കുരിശോട് ചേർത്ത് പിടിക്കുന്ന ചില ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കുരിശിന് വേണ്ടി വില കൊടുത്ത വിശുദ്ധനെ കർത്താവ് കുരിശിൽ നിന്ന് കൈനീട്ടി ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നു. ഇതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, കുരിശിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുകയും കുരിശിനെ അംഗീകരിക്കുകയും ക്രൂശിത രൂപത്തെ വണങ്ങുകയും ക്രൂശിതനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന മക്കളുടെ ജീവിതത്തിൽ ലഭിക്കുക. ക്രൂശിതനായ കർത്താവിൻ്റെ സ്നേഹസ്പർശം, ക്രൂശിതനായ കർത്താവിൻ്റെ ഒരു അംഗീകാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമെന്നതിൻ്റെ ഒരു ഉറപ്പ് വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം ക്രൂശിത രൂപത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് പഞ്ചക്ഷതങ്ങൾ ദൈവം നൽകിയത്. ഈശോയുടെ കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരത്തിലെ 5 തിരുമുറിവുകൾ സമാനമായി വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ലഭിക്കുകയാണ്. ആ വിശുദ്ധ ഫ്രാൻസിസ് കർത്താവിൻ്റെ കുരിശിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. ക്രൂശിത രൂപത്തിന് മുൻപിൽ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനെ കുരിശിൻ്റെ സമാനമായ പഞ്ചക്ഷതങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കുന്നു. വിശുദ്ധ പാദ്ര പിയോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും നമ്മൾ കാണുന്ന വലിയൊരു കാര്യമുണ്ട്. പാദ്ര പിയോയും ക്രൂശിത രൂപത്തെ നിരന്തരം നോക്കി ധ്യാനിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനാണ്. മണിക്കൂറുകൾ കുരിശിനെ നോക്കിക്കൊണ്ട്, ഈ ക്രൂശിതനായ കർത്താവിൻ്റെ തുരിസ്വരൂപത്തെ നോക്കിക്കൊണ്ട് പാദ്ര പിയോ മണിക്കൂറുകൾ ധ്യാന നിമഗ്നനായിരിക്കുമായിരുന്നു. കുരിശിൻ്റെ ശക്തി വിശുദ്ധ പാദ്ര പിയോയുടെ ആത്മാവിലേക്ക് ഒഴുകി വന്ന് ഈ വിശുദ്ധനും പഞ്ചക്ഷതങ്ങൾ ലഭിച്ചതിനെക്കുറിച്ച് നമുക്കറിയാം. അങ്ങനെ കുരിശിൽ നിന്നും ശക്തി സംഭരിച്ചാണ് അനേകം വിശുദ്ധർ ഈ ലോകത്തിൽ തിന്മയെ കീഴ്പ്പെടുത്തിയതും വിശുദ്ധിയുടെ വിജയം വരിച്ചതും. ഇതാണ് വിശുദ്ധ കുരിശിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹം. വിശുദ്ധ കുരിശ്, പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ക്രിസോസ്റ്റം ഇപ്രകാരം നമുക്ക് പറഞ്ഞു തരുന്നു. വിശുദ്ധ കുരിശ് സാത്താനെതിരായ നമ്മുടെ വിജയത്തിൻ്റെ വലിയൊരു അടയാളമാണ് എന്ന് വിശുദ്ധ ക്രിസോസ്റ്റം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ക്രൂശിതനായ കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട കുരിശിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ സാത്താനെതിരായ നമ്മുടെ വിജയത്തിൻ്റെ വലിയൊരു അടയാളമാണ് ഈ തൂങ്ങപ്പെട്ട ഈ കുരിശ് എന്ന്, കർത്താവിൻ്റെ കുരിശെന്ന് വിശുദ്ധ ക്രിസോസ്റ്റം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതോട് കൂട്ടി വിശുദ്ധ ക്രിസോസ്റ്റം ഇപ്രകാരം കൂടി ചേർക്കുന്നുണ്ട്: സാത്താൻ്റെ തല തകർത്ത യേശുക്രിസ്തുവിൻ്റെ ആയുധമാണ് ക്രൂശിത രൂപമെന്ന് വിശുദ്ധ ക്രിസോസ്റ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാത്താൻ്റെ തല തകർത്ത യേശുക്രിസ്തുവിൻ്റെ ആയുധമാണ് ക്രൂശിത രൂപം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ക്രൂശിത രൂപത്തെ സ്വന്തമാക്കുവാനും ഈ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ച് കുരിശിൽ നിന്ന് ദൈവം തരുന്ന ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഏറ്റെടുക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ,
ലത്തീൻ റീത്തിൽ നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ലത്തീൻ റീത്തിലെ ആരാധനാക്രമം അനുസരിച്ച് പറയുന്ന ഇപ്രകാരമാണ്: അൾത്താരയ്ക്കടുത്ത് എവിടെയെങ്കിലും ഒരു ക്രൂശിത രൂപം ഉണ്ടായിരിക്കണം എന്നുള്ളത്. നമ്മൾ ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ലത്തീൻ റീത്തിലുള്ള ബലിയർപ്പണത്തിൽ അൾത്താരയുടെ പുറകിലോ അൾത്താരയ്ക്ക് അടുത്ത് എവിടെയെങ്കിലും ഒരു ക്രൂശിത രൂപം സ്ഥാപിച്ചിരിക്കും. തൂങ്ങപ്പെട്ട കർത്താവിൻ്റെ രൂപം വിശുദ്ധ ബലിയർപ്പിക്കുന്ന അൾത്താരയ്ക്ക് തൊട്ടടുത്ത് സ്ഥാപിച്ചിരിക്കും. ഇത് ക്രൂശിത രൂപത്തിൽ വിശുദ്ധ ബലിയുടെ ആ ഓർമ്മ, വിശുദ്ധ ബലി എന്താണ് എന്ന് കുരിശിൽ നോക്കി നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ പരിഹാരം ചെയ്ത കർത്താവിനെ നമ്മൾ ക്രൂശിത രൂപത്തെ നോക്കി കാണുകയും സ്നേഹിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ക്രൂശിത രൂപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട്. അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മെജ്ജുകുരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ കുടുംബങ്ങളിൽ ക്രൂശിത രൂപത്തിന് നിങ്ങൾ പ്രത്യേക പ്രതിഷ്ഠ നടത്തണമെന്ന്. അത് ഓരോ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒന്നിച്ച് തീരുമാനിക്കുക. എങ്ങനെയാണ് ക്രൂശിത രൂപത്തിന് നമ്മൾ പ്രത്യേക പ്രതിഷ്ഠ നടത്തുക? മാതാപിതാക്കളും മക്കളും ഒന്നു ചേർന്ന് വെഞ്ചരിച്ച കുരിശിൻ്റെ മുൻപിൽ പോയി നിന്ന് ക്രൂശിത രൂപത്തോട് പ്രാർത്ഥിക്കുകയും തങ്ങളെ തന്നെ ക്രൂശനായ കർത്താവിന് സമർപ്പിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത് വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് പരിശുദ്ധ കന്യകാമറിയം മെജ്ജുകരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഓരോ കുടുംബങ്ങളും ക്രൂശിതന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ അമ്മ ആവശ്യപ്പെടുകയാണ്. കാരണം കുരിശിൽ നിന്നാണ് കുടുംബത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും തകർച്ചകളിൽ നിന്നും കരകയറുവാനുള്ള ശക്തി ലഭിക്കുക. അതുകൊണ്ട് ക്രൂശിതനായ കർത്താവിൻ്റെ ക്രൂശിത രൂപത്തെ വണങ്ങുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു. എന്നിട്ട് കുടുംബത്തോട് ഒന്നു ചേർന്ന്, മാതാപിതാക്കളും മക്കളും ഒന്നു ചേർന്ന് ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്യുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു. ഒന്ന്, ഈശോയുടെ കുരിശിൻ്റെ മുമ്പിൽ വന്ന് ഈശോയുടെ സ്നേഹത്തോടെ പറയണം, ഈശോയെ, ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്ത് നിന്നെ വേദനിപ്പിക്കുകയില്ല എന്ന്. കാരണം എൻ്റെ പാപത്തിന് പരിഹാരമായാണ് കർത്താവ് കുരിശിൽ പിടഞ്ഞ് മരിച്ചത്. ഇനി എൻ്റെ പാപം കൊണ്ട് ഈശോയെ ഇനി ഞാൻ നിന്നെ കുരിശിൽ തറയ്ക്കില്ല. എൻ്റെ പാപം കൊണ്ട് ഈശോയെ ഇനി ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല എന്ന് ഈശോയോട് പറയുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ക്രൂശിതനായ രൂപത്തിൻ്റെ മുൻപിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും തങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ക്രൂശിതനായ കർത്താവിനോട് പറയണം, ഈശോയെ, ഇനി ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല, എൻ്റെ പാപം ഇനി നിന്നെ വേദനിപ്പിക്കില്ല. ഇനി അടുത്തതായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നു, അതോടൊപ്പം തന്നെ പറയണം, ഈശോയെ, നിന്റെ കുരിശിനെ ഞാൻ ഇനി ഒരിക്കലും അനാദരവോടെ കാണുകയോ അവഹേളിക്കുകയോ ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. കുരിശിനെ ഒരിക്കലും അനാദരവ് കാണിക്കരുത്, കുരിശിനെ ഒരിക്കലും അവഹേളിക്കരുത്. കുരിശിനെ അനാദരിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ കുരിശിനെ സ്നേഹിക്കണം. അമ്മ പറയുന്നു, കുരിശിനെ ഒരിക്കലും അവഹേളിക്കരുത്. കാരണം അത് ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അടയാളവും സാത്താൻ്റെ തല തകർത്ത ദൈവത്തിൻ്റെ ശക്തിയുടെ അടയാളവുമാണ് കുരിശ് രൂപം. അതുകൊണ്ട് കുരിശിനെ ഒരിക്കലും അപമാനിക്കുകയോ അവഹേളിക്കുകയോ അനാദരിക്കുകയോ ചെയ്യുകയില്ല എന്ന് കുരിശിൻ്റെ മുൻപിൽ നിന്ന് ഈശോയോട് പറയുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വീണ്ടും പരിശുദ്ധ അമ്മ മെജ്ജുകുരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നു, ക്രൂശിത രൂപം കൈകളിലെടുത്ത് ഈശോയുടെ തിരുമുറിവുകളെ നിങ്ങൾ ധ്യാനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം ആവശ്യപ്പെടുകയാണ് എന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു.
ക്രൂശിത രൂപം കൈകളിലെടുത്ത് ഈശോയുടെ തിരുമുറിവുകളെ നിങ്ങൾ പ്രത്യേകമാം വിധം ധ്യാനിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഈശോയുടെ 5 തിരുമുറിവുകളെ ധ്യാനിക്കുന്ന ഒരു രീതി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഞാൻ ഒരു എപ്പിസോഡ് നിങ്ങളുമായി പങ്കുവെച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, മാർപ്പാപ്പ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങാൻ പോകുന്നതെന്ന്. ഈശോയുടെ 5 തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന പ്രാർത്ഥന ചൊല്ലി ഈശോയുടെ 5 തിരുമുറിവുകളെ നോക്കി ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രാർത്ഥന ഇപ്രകാരമാണ്: ക്രൂശനായ കർത്താവിനെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. ഇപ്പോൾ പരിശുദ്ധ അമ്മ മെജ്ജൂരിൽ ആവശ്യപ്പെടുന്നു, ഈശോയുടെ ക്രൂശിത രൂപം നിങ്ങൾ കൈകളിലെടുത്ത് ധ്യാനിക്കാൻ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുരിശുരൂപം ഉണ്ടെങ്കിൽ കുരിശുരൂപം എടുക്കുക. കുരിശുരൂപത്തിൽ നോക്കി ഈശോയുടെ 5 തിരുമുറിവുകളൊന്ന് കാണുക. ഈശോയുടെ വലതുകരത്തിലെ തിരുമുറിവ് നോക്കി ഈശോയോട് പറയും, ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. ഒരു സ്വർഗസ്നാവതാവ് ചൊല്ലി പ്രാർത്ഥിക്കുക. അടുത്ത ഈശോയുടെ തിരുശിരസിലെ മുറിവ്, ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഒരു സ്വർഗസ്നാവതാവ് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഈശോയുടെ ഇടത് കരത്തിലെ മുറിവ്, പിന്നെ ഈശോയുടെ തൃപ്പാദത്തിലെ മുറിവ്, പിന്നെ ഈശോയുടെ പാർശ്വത്തിലെ മുറിവ്. ഈ 3 മുറിവുകളും നോക്കി ഈശോയോട് പറയുക, ഈശോയെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇത് വലിയ ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രാർത്ഥനയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ക്രൂശിത രൂപത്തിൽ നോക്കി ഈശോയുടെ 5 തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. വീണ്ടും പരിശുദ്ധ അമ്മ നമ്മോട് ഇപ്രകാരം ആവശ്യപ്പെടുന്നുണ്ട്: നിങ്ങളുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും പാപങ്ങൾ മൂലം നിങ്ങൾ കേട്ടിരിക്കുന്ന മുറിവുകളെല്ലാം ഉണക്കുവാൻ ക്രൂശിതനായ കർത്താവിൻ്റെ മുറിവുകളെ നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങളുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും പാപങ്ങൾ മൂലം നിങ്ങൾ കേട്ടിരിക്കുന്ന മുറിവുകൾ ഉണക്കുവാൻ ക്രൂശിതൻ്റെ മുറിവുകളെ നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മെജ്ജുകറിയിലെ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണിത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ മുറിപ്പെടുത്തുന്നുണ്ടെന്നും, നമ്മളെ മാത്രമല്ല ദൈവം നമ്മോട് ചേർത്ത് വച്ചിരിക്കുന്ന മറ്റു പലരെയും നമ്മുടെ പാപം മുറിപ്പെടുത്തുന്നുണ്ടെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ അമ്മ ഈ സന്ദേശത്തിലൂടെ മെജ്ജൂരിൽ നമുക്ക് നൽകുന്നത്. പാപം അത് നിസ്സാരമല്ലെന്നും പാപത്തിൻ്റെ പരിണിതഫലം അത് ചെറുതല്ല എന്നും ഗൗരവമുള്ളതാണെന്നും, അത് നമ്മളെ മുറിപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെയോ പ്രിയപ്പെട്ടവരെയോ മുറിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാമെന്നും പരിശുദ്ധ അമ്മ മെജ്ജുകരിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് അമ്മ തന്നെ പറയുന്നു, ക്രൂശിതനായ കർത്താവിൻ്റെ ക്രൂശിത രൂപം കയ്യിലെടുത്ത് ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ നിന്ന് അവൻ്റെ 5 തിരുമുറിവുകളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും പാപം മൂലം നിങ്ങൾക്കേറ്റിരിക്കുന്ന മുറിവുകൾ ഓരോന്നും ഉണക്കുന്നതിന് വേണ്ടി മുറിവേറ്റ ക്രൂശിതനോട് പ്രാർത്ഥിക്കുവാൻ മെജ്ജുകരിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ക്രൂശിതനായ കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം ദൈവീക കൃപകളും ദൈവശക്തിയുമാണ് കുരിശിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന് പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ മെജ്ജുകരിയിൽ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ഈ ക്രൂശിതനെ നമ്മുടെ സ്വന്തമാക്കി സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട കുരിശ് രൂപം നമ്മുടെ കഴുത്തിൽ ധരിച്ചുകൊണ്ട്, നമ്മുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ ക്രൂശിത രൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധയമ്മയുടെ സന്ദേശങ്ങൾ നമുക്ക് ഏറ്റെടുക്കുകയും ക്രൂശിതനായ കർത്താവിന് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ക്രൂശിതനായ കർത്താവിൻ്റെ കുരിശ് രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ വാഗ്ദാനം ചെയ്ത ആ കൃപാവരങ്ങൾ, ശക്തി കുരിശിൽ നിന്ന് സ്വീകരിക്കുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
അതിനായി പരിശുദ്ധ കന്യകാമറിയം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.